മഹാ ഓപ്പർച്യൂണിറ്റിയിലാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെയുള്ള വലിയൊരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളും പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി നാളുകളിൽ ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയായി വളരാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ബിസിനസ് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥശങ്കക്കിടയില്ലാതെ ഞാൻ പറയും, ഏറ്റവും മനോഹരമായിട്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഏതൊരു സാധാരണക്കാരനും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നതും അസാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്നതും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുകളുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതായത് മറ്റുള്ളവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നിരന്തരമായി കിട്ടുകയും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന, എവിടെയെങ്കിലും പാകപ്പിഴകളോ മറ്റുള്ള സംഗതികളോ വരുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു തരാനും അത് തിരുത്താനും തിരുത്തി മുന്നോട്ട് കുതിക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും പവർഫുള്ളായിട്ട് ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ, ഞാൻ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് എന്ന് പറയുന്ന രൂപത്തിൽ ആളുകളെ വിജയിപ്പിക്കുക എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഞാനൊരു ഇൻസിഡന്റ് എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇൻസിഡന്റ് മനസ്സിലേക്ക് വരുന്നത് സപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു 2012 നടന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെനിയയുടെ ആബെൽ മത്തായി എന്ന് പറയുന്ന ഒരു സ്പോർട്സ് താരം, അതുപോലെ തന്നെ സ്പാനിഷ് അത്ലറ്റിക് ഇവാൻ ഫെർണാണ്ടസ്, രണ്ടുപേരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2012 ഡിസംബറിൽ നടന്ന ഒരു ക്രോസ് കൺട്രി മാരത്തോൺ ഓട്ടമാണ്. ആ മാരത്തോൺ ഓട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആബേൽ മത്തായിക്ക് പറ്റിയിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആബേൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ വരുന്നു ഫിനിഷിംഗ് പോയിന്റിനെ പറ്റി. അദ്ദേഹം മനസ്സിലാക്കിയത്, ഞാൻ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞു എന്നുള്ള നിർത്തുകയായിരുന്നു. ആ ഓട്ടം നിർത്തുകയായിരുന്ന സമയത്ത് അതിന്റെ തൊട്ടുപിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്പെയിനിന്റെ ഇവാൻ ഫെർണാണ്ടസിന് കാര്യം ബോധ്യപ്പെട്ടു. ഇദ്ദേഹത്തിനൊരു ആബേലിനൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പൊ സമയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആബേൽ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ സ്പാനിഷ് ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത ആബേൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇത് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയ ഇവാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പിന്നിൽ നിന്ന് തള്ളി അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആബേൽ മത്തായി എത്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ആ ആശയക്കുഴപ്പത്തെ മുതലെടുത്തുകൊണ്ട് വിജയിക്കാമായിരുന്നു, അല്ലെങ്കിൽ മുന്നേറാമായിരുന്നു. അതൊന്നും അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ചെയ്തത് ആബേൽ മത്തായി എന്ന് പറയുന്ന വ്യക്തിയെ, ഓട്ടക്കാരനെ പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അമ്പരം നിന്ന കാണികൾക്കിടയിൽ നിന്ന് ഒരു പത്രപ്രവർത്തകർ ഇറങ്ങി വന്നിട്ട് സ്പാനിഷ് സ്പോർട്സ് താരമായിട്ടുള്ള ഇവാൻ ഫെർണാണ്ടസിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ തള്ളി മാറ്റിയത്, അല്ലെങ്കിൽ തള്ളി മുന്നിലേക്ക് എത്തിയത്? നിങ്ങൾക്ക് വിജയിക്കാമായിരുന്നില്ലേ എന്ന്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇനി അത് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മയുമുണ്ട്. ആ അമ്മ എന്താണ് വിചാരിക്കുക എന്നാണ് അദ്ദേഹം പത്രപ്രവർത്തകയോട് പറഞ്ഞത്. മീൻസ് ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ്. അതായത് ഇവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിജയിക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ ഇതിൽ കാണുന്ന കാഴ്ചയും. ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും മധുരതരമാണ്
മറ്റുള്ള ആളുകളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു 6-7 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത്രയും മനോഹരമാണ് ഈ ബിസിനസ്. അപ്പോൾ വരുന്ന ഒരു ചോദ്യമുണ്ട്, എന്നിട്ടും എന്തേ ആളുകൾ എല്ലാവരും ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. എന്തുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാത്തത്? അത് ഏറ്റെടുക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് എന്നല്ല, ഏതൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്തും അത് വിജയിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും റിസ്ക് ആവശ്യമാണ്. ഏതൊരു കാര്യം വിജയിപ്പിക്കണമെങ്കിൽ, അത് ഈ ബിസിനസ് എന്നല്ല, ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ റിസ്ക് ഏറ്റെടുത്തേ മതിയാവും, അതിലൊരു സംശയവും ഇല്ല. പക്ഷെ എല്ലാ ആളുകളും ഈ ബിസിനസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ മുഴുവൻ ഈ ബിസിനസ് ചെയ്യണമെന്നില്ല. ഈ ബിസിനസ് കേൾക്കുന്ന വ്യക്തികൾ മുഴുവൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളിപ്പോ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വലിയ തിരക്കുള്ള ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ചായക്ക് പറഞ്ഞ് ചായ കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കുക എന്നുള്ളത് ആസ്വദിക്കുന്നതിന് പകരം അവിടെ വിറ്റുപോകുന്ന ചായയുടെ എണ്ണം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മണിക്കൂറിൽ 500 ചായ വിറ്റ് പോകുന്നു. 500 ചായ വിറ്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, 7 രൂപ മുതലുള്ള ചായക്ക് 12 രൂപ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും 5 രൂപ ലാഭം കിട്ടുന്നു. മനോഹരമായിട്ടുള്ള ബിസിനസ്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വിറ്റുപോകുന്ന ഇഡ്ഡലിയുടെ എണ്ണവും വടയുടെ എണ്ണവും, അവൻ ഒരു ദിവസം വിൽക്കുന്ന ഇഡ്ഡലിയുടെയും വടയുടെയും എണ്ണത്തിൽ നിന്ന് അതിന്റെ ലാഭം കണക്കാക്കും. ഇങ്ങനെ എല്ലാ ബിസിനസിന്റെയും പോസിറ്റീവായ വശങ്ങളെ നോക്കിക്കാണുക എന്നല്ലാതെ ഒരു കാരണവശാലും അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. അതായത് ഈ ബിസിനസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എല്ലാം കൊള്ളാം, പക്ഷെ ഞാനില്ല, ഈ രൂപത്തിൽ ആളുകൾ ബിസിനസ്സിലേക്ക് വരാതിരിക്കും. ഇനി വന്ന ആളുകൾ തന്നെ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ തന്നെ എന്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നില്ല? അതിനുള്ള എനിക്കുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കുള്ള ഉത്തരമല്ല, നമ്മളോട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ 2 തരത്തിലുള്ള ബിസിനസ്സാണ്, അല്ലെ, ഈ ബിസിനസ്സിൽ 2 തരത്തിലുള്ള മാർക്കറ്റിംഗിൽ 2 തരത്തിലാണ് നമ്മൾ ഇതിനെ അവലോകനം ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്, രണ്ടാമത്തത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗിലെ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഡയറക്ട് സെല്ലിംഗിൽ ഒരു കച്ചവടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതിൽ യാതൊരു സംശയവും. സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. 1-ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ 2-ാം ഘട്ടം മാത്രമേ വരുന്നുള്ളൂ, അത് ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യണമെന്ന് നിർബന്ധവും ഡയറക്ട് സെല്ലിംഗിലില്ല. അതേ സമയത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അത് ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ആളുകൾ ചെയ്യാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് 2 കാരണങ്ങളാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫിയർ ആണ്, പേടിയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്വന്തമായ ഒരു ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്യാത്തത്, ഇതിന്റെ 2-ാം ഘട്ടമായിട്ടുള്ള ബിസിനസ് ചെയ്യാത്തത്. അപ്പൊ എന്താണ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയാണ്: there is nothing to fear but to fear itself. അതായത് പേടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അവരുടെ ഭയം എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏതൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്തും ഫിയർ എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്താണ്. അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. പക്ഷേ ആളുകൾ ബിസിനസ് ചെയ്യാത്തതിന് 2-ാമത്തെ എഫിനാണ് പ്രാധാന്യം. ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. അതായത് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് അവരെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് ഏറ്റവും മോശപ്പെട്ടിരിക്കുന്ന ഒരു പേടിയാണ്. ഈ പേടി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ സക്സസിനെ തന്നെ അത് ബാധിക്കും, ഒരു സംശയ കാര്യത്തിലില്ല. നിരന്തരമായിട്ട് നമ്മൾ പേടിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഏതൊരു കാര്യത്തിലായി കഴിഞ്ഞാലും നമ്മളെ സക്സസിനെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആ പേടി മാറ്റാൻ എന്താണ് വഴി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ പേടി മാറ്റാനുള്ള വഴി എന്ന് പറയുന്നത് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഇതിന് വഴിയുള്ളൂ.
അപ്പൊ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പേടി മാറണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തോമസ് ജെ വാട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ട്, വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്? വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിരന്തരമായി തോറ്റു കൊടുക്കുക എന്നുള്ളതാണ്. നിരന്തരമായ തോൽവിയിൽ നിന്ന് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവൂ. വിജയത്തിൽ നിന്ന് വലിയ പാഠങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പാഠങ്ങൾ മുഴുവൻ പഠിക്കാനുള്ളത് എന്താണ്? തോൽവിയിൽ നിന്നാണ്. അതുകൊണ്ട് നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. അപ്പൊ നിരന്തരമായിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കച്ചവടത്തിന് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ലോകത്തിലെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള ഏതൊരു വ്യക്തിയെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഒരു സമയത്ത് വീണുപോയിട്ടുള്ള വ്യക്തികളാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ ആരെല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന കുറെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉമർ ഉസ്താദാണ്. ബിജു ബി കെ സാർ ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ബെല്ലി സാർ ഇതിൻ്റെ അകത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. ഉമർ സാദ് ഉണ്ടാവാം. ഇവരെയൊക്കെ ഇവരുടെ വിജയത്തെ നമ്മൾ ആഘോഷിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതും അവരിന്നെത്തി നിൽക്കുന്ന സ്റ്റേജിനെ അനുമാനിച്ചുകൊണ്ടല്ല. ബെല്ലി സാർ എന്ന് പറയുന്ന വ്യക്തി ഡബിൾ ID ITC ആണ്, ഡബിൾ ID സീലിംഗ് അച്ചീവർ ആണ്, കാർ അച്ചീവർ ആണ്, WTCയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ പിറകിലുള്ള ഒരു സത്യമുണ്ട്. ഒരു തീവ്രമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെ നമ്മൾ കാണാതെ പോകരുത്. ഞാൻ പറയുന്നത് ബെല്ലി സാറിന്റെ വിജയത്തെക്കാൾ നമ്മൾ കാണേണ്ടത് അദ്ദേഹം എത്ര പ്രാവശ്യം വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം അദ്ദേഹം വീണുപോയിരിക്കുന്നു, വീണുപോയിടത്ത് നിന്ന് എത്ര പ്രാവശ്യം അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്നു. അതിൽ രണ്ടിൽ നിന്നുമാണ് നമുക്ക് പാഠം പഠിക്കാനുള്ളത്. അതിൽ ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അതിൽ നിങ്ങൾ ഉമർ സാദിനെ എടുത്തു കഴിഞ്ഞാലും ബിജു ബി കെ സാറിനെ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്ന നൗഫൽ സാറിനെ എടുത്തു കഴിഞ്ഞാലും അവർ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തെ പറ്റിയും എഴുന്നേറ്റതിനെ പറ്റിയും എഴുന്നേൽക്കാൻ അവരിട്ടിരിക്കുന്ന എഫേർട്ടിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ലോകം വാഴ്ത്തുന്നത് യേശുക്രിസ്തുവിനെ? യേശുക്രിസ്തുവിനെ ലോകം വാഴ്ത്തുന്നത് കുരിശിലേറ്റപ്പെട്ടത് കൊണ്ടല്ല. യേശുക്രിസ്തുവിനെ ലോകം വാഴ്ത്തുന്നത് 3-ാമത്തെ ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫാൾട്ടുകളോ തിരിച്ചടികളോ വന്നിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചടികളെ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി മുന്നോട്ട് കുതിക്കാനുമുള്ള ഒരു ഊർജം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് കൃത്യമായിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിലൊരു സംശയവും ഇല്ല. ഇനി ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് 17-ാമത്തെ വയസ്സിൽ കോളേജിൽ നിന്ന് പുറത്താക്കുകയും 20-ാമത്തെ വയസ്സിൽ മാരകമായ രോഗം ബാധിച്ച് അമ്മ മരിക്കപ്പെടുകയും 28-ാമത്തെ വയസ്സിൽ ഡിവേഴ്സ് ആകുകയും 32-ാമത്തെ വയസ്സിൽ നിരന്തരമായിട്ട് പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തൊരു ലേഡി ഉണ്ടായിരുന്നു. 32-ാമത്തെ വയസ്സിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുമായിട്ട് ആ പുസ്തകവുമായിട്ട് ഒരുപാട് പ്രസാധകരെ തേടി അദ്ദേഹം പോയിട്ടുണ്ട്. ആ പ്രസാധകരെ തേടി പോയിട്ട് ഒരാൾ പോലും ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള സന്മനസ് കാണിച്ചില്ല എന്നുള്ളതാണ്. 2 വർഷത്തോളം അലഞ്ഞിട്ടുണ്ട് എഴുതിയ പുസ്തകവുമായിട്ട്. 34-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു പുസ്തകം എഴുതി. 34-ാമത്തെ വയസ്സിൽ വീണ്ടും ഒരു പുസ്തകം എഴുതിയിട്ട് ഒരു പ്രസാധകരെ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാമെന്ന് ഏറ്റു. അങ്ങനെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ പട്ടികയിലേക്ക് മാറ്റപ്പെട്ടത്. നമ്മൾ ഇന്നും താലോലിക്കുന്ന, നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു കഥാപാത്രത്തിന് ജന്മം നൽകിയിരിക്കുന്ന ആ കഥാപാത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ആ കഥാപാത്രത്തിന്റെ പേരാണ് ഹാരി പോട്ടർ. ആ ഹാരി പോട്ടറിനെ നമുക്ക് സമ്മാനിച്ച ആ ലേഡിയുടെ പേരാണ് ജെ.കെ. റൗളിംഗ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ യൗവനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടിന്റെയും ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഇത്തരത്തിൽ നിന്നാണ് ഓരോ ആളുകളും നമ്മൾ വരുന്നത്. ഇത്തരത്തിൽ നിന്നാണ് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അതുപോലെ നമുക്കൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കാൻ പറ്റണം. കാരണം തുടക്കത്തിൽ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിൽ നമുക്ക് തെറ്റുകൾ മാത്രമേ പറ്റൂ. ഈ ബിസിനസ്സിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ശരിയിലേക്ക് എത്താൻ പറ്റൂ. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഒരിക്കൽ ചെയ്ത തെറ്റ് നിങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ഒരേ തെറ്റ് നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരാജയവും, തെറ്റുകൾ മാറി മാറി ചെയ്യുകയും അത് ശരിപ്പെടുത്തുകയും, അതായത് ശരിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകളുടെയും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, യുവരാജ് സിംഗ് എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ്, ക്രിക്കറ്റിന്റെ ദൈവങ്ങളുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കപ്പെട്ടതാണ്. അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായത് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു എന്നുള്ളത് കൊണ്ടതല്ല. ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത്. ക്യാൻസറിൽ നിന്ന് ചങ്കൂറ്റം കൊണ്ട്, മനസാന്നിധ്യം കൊണ്ട് എന്താണ് ആ ക്യാൻസറിനെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഒരു സംശയവും കാര്യത്തിലില്ല. ഇനി വേണമെങ്കിൽ എന്താണ്, ഒരുപാട് ആളുകൾ അസുഖവും കാര്യങ്ങളൊക്കെ തന്നെ ബാധിച്ചിട്ട് എന്താണ് അവരുടെ പ്രൊഫഷനിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന 2003 ആ മഹാരോഗം ബാധിച്ചിരിക്കുന്ന എന്താണ് വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു കളിക്കാരൻ ഉണ്ടായിരുന്നു, ബ്രയാൻ ലാറ. ഞാൻ ക്രിക്കറ്റ് കളി കണ്ടു തുടങ്ങിയിരിക്കുന്ന സമയത്ത്, അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ബ്രയാൻ ലാറ എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യമായി കാണുന്നതും അദ്ദേഹത്തിന്റെ മനോഹരമായ ബാറ്റിംഗ് കണ്ട് ആസ്വദിക്കുന്നതും. അതിനുവേണ്ടി ക്രിക്കറ്റിനെ എന്താണ് നമ്മൾ അതിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ബ്രയാൻ ലാറ. 2003 അദ്ദേഹത്തിന് ഇത് 2002 രോഗം ബാധിച്ച് 2003 അദ്ദേഹം തിരിച്ചു വന്ന് 2004 ഇംഗ്ലണ്ടിനെതിരെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ട് 400 നോട്ട് ഔട്ട് എന്നുള്ള രൂപത്തിലേക്കാണ് അദ്ദേഹത്തിന് ലോകം ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുറകോട്ടടിയോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമകതകളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് ഇട്ടിട്ട് പോവരുത്. അത് നമ്മൾ അറ്റം കാണുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയം കാണുന്നത് വരെ നിങ്ങളുടെ എന്താണോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് വരെ നമ്മൾ അതിന്റെ പിറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഒരിക്കലും ഈ ബിസിനസ് ചെയ്യുന്ന അനീഷ് സാറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ബിസിനസിനെ പറ്റി നമുക്ക് സക്സസ് ആവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്. അദ്ദേഹം പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു 2, 3, 4 മണിക്കൂർ ഈ ബിസിനസിന് വേണ്ടി മാറ്റിവെക്കും. അത് ശരിയാണ്, അത്രയും മാറ്റിവെക്കാൻ പറ്റൂ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പാർട്ട് ടൈം ആയിട്ട് 2, 3 മണിക്കൂറാണ് അല്ലെങ്കിൽ 4 മണിക്കൂറാണ് ഈ ബിസിനസിന് വേണ്ടി മാറ്റി വെക്കുന്നതെങ്കിൽ പോലും 24 മണിക്കൂറും അല്ലെങ്കിൽ 48 മണിക്കൂറും ഈ ബിസിനസിനെ പറ്റി നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അത് പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പറ്റുന്ന കാര്യമാണ്. 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളുടെ ഭയത്തിൽ നിന്ന് നമ്മളെ മാറ്റിമറിക്കാൻ, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന ലോകത്തിലെ എന്താണ് ഏറ്റവും മോശപ്പെട്ടൊരു ഭയമാണത്. പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ആൾക്കൂട്ടത്തിൽ നിന്ന് ആളുകള് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാറില്ല. ഒരു ട്രെയിനർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്നവർ ഉത്തരം പറയാറില്ല. അധ്യാപകൻ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ മടി കാണിക്കും. കാരണം എന്തുകൊണ്ട് എന്നാൽ അത് അവരെ പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവര് ഭയക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയക്കുന്നത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയെ. അതാണ് ലോകത്തിലെ 2 പേടികൾ. ഒന്ന് തോറ്റുപോകുമോ എന്നുള്ള പേടി, രണ്ടാമത്തത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. തെറ്റ് പറയാത്ത ഒരു മനുഷ്യനും ശരിയിലേക്ക് വരാൻ പറ്റില്ല. തോറ്റുപോകാത്ത ഒരു മനുഷ്യനും വിജയത്തിലേക്ക് വരാൻ പറ്റില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് ഭയമാണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഗോളാണ്. കൃത്യമായ ഗോളില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബിസിനസ്സിൽ, വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഗോളില്ലെന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് ഗോൾ ഉണ്ടെന്ന്. ഒരു സംശയവും ഇല്ല. പക്ഷെ എല്ലാവരുടെ കയ്യിലുമുള്ളത് ഗോളല്ല. നിസ്സംശയം പറയാം, എല്ലാവരുടെ കയ്യിലുള്ളത് ഗോളല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെ കയ്യിലുമുള്ളത് ഗോളല്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും ഗോളായി മാറില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, അതിന് നിങ്ങളൊരു ഡെഡ് ലൈൻ വെക്കൂ. അതിന് നിങ്ങളൊരു സമയം ക്രമീകരിക്കൂ. അതിന് നിങ്ങളൊരു മാസങ്ങൾ കണക്കാക്കൂ, വർഷങ്ങൾ കണക്കാക്കൂ. ആ സമയത്ത് മാത്രമേ അതൊരു ഗോളായി മാറുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ സുജാത മേഡത്തിന് ഇപ്പൊ ഒരു ഡ്രൈവിംഗ് പഠിക്കണം.
ആ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് സുജാത മേഡത്തിന്റെ ഒരു ആഗ്രഹമാണത്, അല്ലാതെ അത് ഗോളല്ല. അപ്പൊ സുജാത മേഡം പറയാണ് ഞാൻ 2 മാസം കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കും. ദാറ്റ് ഈസ് ഗോൾ. അതാണ് ഗോൾ. ഈ ബിസിനസ്സിൽ നിങ്ങൾ എന്താവണമെന്ന്, നിങ്ങൾ ഇത്ര മാസം കൊണ്ട് ഇന്ന റാങ്കിലേക്ക് എത്തണമെന്ന്. നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ഈ ബിസിനസ്സില് നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ആ ഗോൾ സെറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ഈ കച്ചവടത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ ഗോളില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ കടലിൽ സാധാരണ കാണുന്ന പായ്ക്കപ്പൽ പോലെയാണ്. അത് തെക്കോട്ട് കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് തെക്കോട്ട് പോകും, വലത്തോട്ട് കിഴക്കോട്ടടിച്ചു കഴിഞ്ഞാൽ കിഴക്കോട്ടടിക്കും. അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഗോളില്ലാത്ത വ്യക്തികൾ അവരവരുടെ അന്നന്നത്തെ സാഹചര്യം അനുസരിച്ചും മാനസികാവസ്ഥ അനുസരിച്ചും അവരുടെ പ്രശ്നങ്ങൾ അനുസരിച്ചും ടെൻഷൻ അനുസരിച്ചിട്ടും അവര് ഈ ബിസിനസ്സിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ചില പ്രഭാതങ്ങളിൽ അവർക്ക് നല്ല പോസിറ്റീവ് നൽകും. ആ പോസിറ്റീവ് ആവുന്ന ദിവസം സ്വാഭാവികമായിട്ടും അവരെന്താ ചെയ്യാന്നറിയോ? നന്നായിട്ട് ബിസിനസ്. ചില പ്രഭാതങ്ങൾക്ക് അവർക്ക് നെഗറ്റീവ് നൽകും. ആ നെഗറ്റീവ് നൽകുന്ന ദിവസം സ്വാഭാവികമായിട്ടും അവർ ഒരു കച്ചവടവും ചെയ്യില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ഗോളുള്ള വ്യക്തിക്ക് എല്ലാ നെഗറ്റീവുകളും എല്ലാ പോസിറ്റീവുകളും ഒരുപോലെ ഇരിക്കും. അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾ നമ്മളെ എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതിന് മലയാള അർത്ഥം വേറെയാണ്. നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതേ സമയത്ത് ഞാൻ പറയാ ഇൻസ്പയർ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ എത്രമാത്രം നമ്മൾ വെച്ചിരിക്കുന്ന ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ മാനസികമായിട്ട് എത്രത്തോളം പീഡന അനുഭവിക്കുന്നുവോ, എത്രത്തോളം മനോവ്യത അനുഭവിക്കുന്നുവോ, എത്രത്തോളം നമ്മൾ സങ്കടപ്പെടുന്നുവോ ദുഃഖിക്കുന്നുവോ അതനുസരിച്ചാണ് ഗോളിലേക്കുള്ള നമ്മളുടെ വേഗത മാറുന്നത്. അതിന് എന്താണ്, ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് 2 തരത്തിലുള്ള മെമ്മറികളാണ് നമുക്കുള്ളത്. 2 തരത്തിലുള്ള മെമ്മറി. ആ മെമ്മറി എന്ന് പറയുന്നത് ഒന്ന് ഫീലിംഗ് മെമ്മറിയാണ്, രണ്ടാമത്തത് ഫെൽറ്റ് മെമ്മറി എന്ന് പറയുന്നതാണ്. എന്താണ് ഈ ഫീലിംഗ് മെമ്മറിയും മെൽറ്റ് മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം? ഫീലിംഗ് മെമ്മറി എന്ന് പറയണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞുതരാം. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, ഏകദേശം നമ്മളുടെയൊക്കെ പ്രായമുള്ള, എന്റെയൊക്കെ പ്രായമുള്ള വ്യക്തികളും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ അകത്ത് ഹുസൈൻ സാറിനെ പോലെയുള്ള വ്യക്തികളെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഏകദേശം പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ള. ഇനി എന്താണ് ചേരൂർ സാർ, നമസ്കാരം സാറേ, ചേരൂർ സാറിനെ കാണുന്നുണ്ട്. ഇവരെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് നടന്നൊരു സംഭവമുണ്ട്, ഇന്നത്തെ കാലത്തല്ല. നമ്മളെ അഡ്മിൻ ഉസ്മാൻ സാറിനെ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ചൂരൽ പ്രയോഗം നടന്നൊരു കാലഘട്ടം. ഇന്നതില്ല. ചൂരൽ പ്രയോഗം നടന്ന കാലഘട്ടത്തെ പറ്റി ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ആ കിട്ടിയ അടിയുടെ ഒരു ഫീലിംഗ് ആണ്. അതായത് ആ ആൾക്കൂട്ടത്തിൽ നിന്ന്, ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരടി, 1, 2, 3, 10 അടി. ചിലപ്പോൾ നിങ്ങളുടെ കാമുകിമാർ ആ കൂട്ടത്തിൽ ഉണ്ടാവാം. അവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അടി അത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. അതാണ് ഫീലിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഫെൽറ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഫാക്റ്റ് ആണ്. ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അടി കിട്ടിയെന്ന് പോലും ഇന്നറിയില്ല, ആരാണ് അടിച്ചതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അടി കൊണ്ട ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും നമ്മൾ മറക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഫീലിംഗ് മെമ്മറി. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്താണ് പുണ്ണാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ചികഞ്ഞെടുക്കേണ്ടത് നമ്മൾ നമ്മളുടെ ജീവിതത്തില് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും അവഗണനയും അത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. പണമില്ലാത്തതിന്റെ പേരിൽ നമ്മളെ തള്ളിപ്പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മളുടെ ബന്ധുക്കളുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് ആളാവണം. ആൾക്കൂട്ടത്തിൽ ഷെയ്ക്കൻഡ് പോലും തരാതെ തള്ളി മാറ്റപ്പെട്ടിട്ടുണ്ട് നമ്മൾ പണമില്ലാത്തതിന്റെ പേരിൽ. ഒരുമിച്ച് ഒരു മുതലാളിയുടെ കൂടെ നമ്മള്
കല്യാണ വീട്ടിലേക്ക് ചെന്ന് ഹാൻഡ് ഷെയ്ക്കൻഡിന് വേണ്ടി കൈ നീട്ടിയപ്പോ കല്യാണ വീട്ടുകാരൻ നമുക്ക് ഷെയ്ക്കൻഡ് തന്നിട്ടില്ല. ഒരു സംശയമില്ല, നമുക്ക് തന്നിട്ടില്ല. ആ തരാത്തതിനെ നമ്മൾ മെമ്മറി, ഫെൽറ്റ് മെമ്മറി എന്ന് പറയുന്ന അതിനകത്തേക്ക് ഫീലിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ സമയത്താണ് നമ്മൾ എന്തായി മാറുന്നത്? നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി നമ്മൾ വേഗത കൂട്ടുന്നു. ആ വേഗത കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ആ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ആരാണ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ വേഗതകൾക്കനുസരിച്ചിട്ട് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയത്. എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഒരിക്കൽ മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത സമയത്ത്, അത് ഏകദേശം എന്ന് പറയുന്നത് എന്താണ്, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് വെച്ച് പങ്കെടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ അദ്ദേഹം ഈ ബിസിനസ്സിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണ് സമ്പത്തെന്നും സമ്പത്ത് എങ്ങനെ നേടാമെന്നും ഏത് തരത്തിൽ സമ്പത്ത് ഇതിൽ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സെന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ, ആ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാം. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം വലുതാണോ അതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ചെറുതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എന്ന് പറയുന്നത് മഗ്ഗിൽ വേണമെങ്കിൽ, പാട്ടയിൽ വേണമെങ്കിൽ നിങ്ങൾ മുക്കിയെടുത്തോളൂ. ഇനി നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഒരു ബക്കറ്റിലാണെങ്കിൽ നിങ്ങൾ ആ ബക്കറ്റിൽ മുക്കിയെടുത്തോളൂ. ഇനി നിങ്ങൾക്ക് പണം ആവശ്യം വരുന്നത് ഒരു ബാരലിലാണെങ്കിൽ ആ ബാരലിൽ നിങ്ങൾ പണം മുക്കിയെടുത്തോളൂ. ഇനി അതല്ല 24 മണിക്കൂറും കിർലോസ്കർ പമ്പ് വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പണം അടിക്കണമെങ്കിൽ ആ സംവിധാനം നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലുണ്ട് സർ. ഈ കച്ചവടത്തിലുണ്ട്. അതാണ് ഓപ്പർച്യൂണിറ്റി. അതിന് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആ ബിസിനസ്സിൽ ആ കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. ഈ വ്യക്തികൾ ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഉമർ ഉസ്താദ് ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഉമർ ഉസ്താദ് ആരാണെന്ന് ഉമർ ഉസ്താദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പ്രവചിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എന്താന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ആർ നോട്ട് പ്രഡിക്റ്റബിൾ. ഒരു വ്യക്തിയെയും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ബട്ട് സിസ്റ്റം ആർ പ്രഡിക്റ്റബിൾ. പക്ഷെ ഈ കമ്പനിയുടെ സിസ്റ്റവും നമുക്ക് പ്രവചിച്ചെടുക്കാൻ പറ്റും. അത് തന്നെയാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരവരുടെ കഴിവുകളെയും അവരവരുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ അവരവരുടെ ഗുണങ്ങളെയും അവരവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഈ ബിസിനസ്സിൽ അവനവന്റെ ശത്രു ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവനവൻ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. എന്തുകൊണ്ടാണ് ശത്രുവായി മാറുന്നത്? നമുക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ വളരാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ദരിദ്രവാസിയുണ്ട്. ആ ദരിദ്രവാസിനെ ആദ്യം കുഴിച്ചു മൂടുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കുഴിച്ചു മൂടാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ സാധാരണഗതിയിൽ എല്ലാ ആളുകളും ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്താ, ഉമർ ഉസ്താദിന് പറ്റും, ബിജു ബി കെ സാറിന് പറ്റും, ബെല്ലി സാറിന് പറ്റും, അവർക്ക് പറ്റും, ഇവർക്ക് പറ്റും, നൗഫൽ സാറിന് പറ്റും, എല്ലാ ആളുകൾക്കും പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. ഇതാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് ഐക്യൻ എനിക്കിതിന് കഴിയും, ഞാനിത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സൺസ് ആർ നോട്ട് പ്രഡിക്റ്റബിൾ, സിസ്റ്റം ആർ പ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത്. ആ സിസ്റ്റം അനുസരിച്ചാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? ആ സിസ്റ്റത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു മോർണിംഗ് മീറ്റിൽ പങ്കെടുത്ത സമയത്ത് ഈ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരു വ്യക്തി അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ ഈ സിസ്റ്റം കണ്ടെത്തിയ ദൈവത്തിന് നന്ദി എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ സിസ്റ്റത്തിന്റെ പവർ എന്താണെന്നുള്ളത്. സിസ്റ്റം കണ്ടുപിടിച്ച ദൈവത്തിന് നന്ദി എന്നാ പറയുന്നത്. അതിന് അയാൾ പറയുന്ന ഉദാഹരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു തരത്തിലുള്ള കഴിവില്ല, കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല, എടുത്തു പറയത്തക്കതായിട്ടുള്ള യോഗ്യതകളൊന്നുമില്ല, എന്നിട്ടും ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഈസ് നോൺ എ സിസ്റ്റം. നമ്മളെ കൊണ്ടുപോകുന്നത്, നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്, നമ്മുടെ
എന്താണ് വേഗത്തിന്റെ പാതയിൽ എത്തിക്കുന്നത്, വിജയത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരുപാട് കാലമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആവർത്തനങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ മോർണിംഗ് മീറ്റിൽ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു അധികപ്പറ്റായിരിക്കും. ആ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് എല്ലാ ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണ്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ എത്ര ശതമാനം ആളുകൾ ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ് മസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. എത്ര പേർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലിസ്റ്റ് മസ്റ്റ് ഫസ്റ്റ്. ഇത് ഓർമ്മിപ്പിക്കപ്പെടാതെ പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ലിസ്റ്റ് നിർബന്ധ. 100 പേരുടെ ലിസ്റ്റ് എന്നൊക്കെയാ പറയുന്നത്. 200 പേരുടെ ലിസ്റ്റാണ്. 200 പേരുടെ ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ 200 പേരുടെ ലിസ്റ്റ്? അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതും എനിക്ക് എന്നോട് ചോദിക്കാനുള്ളതും, നിങ്ങളോട് മാത്രമല്ല എന്നോട് ചോദിക്കാനുണ്ട്. 200 പേരുടെ ലിസ്റ്റ് എന്താണെന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് തുടക്കത്തില്. അതിനെനിക്ക് ഉത്തരം തന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നത് മധു ഭാസ്കർ മുത്താട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വൺ ഡേ ക്രിക്കറ്റ് കാണാത്ത ആളുകൾ ചിലപ്പോൾ ഇതിന്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ഉണ്ടാവും. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഒരു വൺ ഡേ ക്രിക്കറ്റിന് സ്വാഭാവികമായിട്ടും എന്താണ്, 50 ഓവറാണ്. 50 ഓവറിന്റെ ഒരു വൺ ഡേ ക്രിക്കറ്റിന് ഒരു ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പന്താണ്. അപ്പൊ 6 പന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ഡേ ക്രിക്കറ്റിൽ 300 പന്ത് എറിയാം. അതിൽ 10 വിക്കറ്റാണുള്ളത്. ഈ 10 വിക്കറ്റ് വീഴ്ത്താൻ എന്തിനാ 300 പന്ത്? 10 പന്ത് പോരെ? അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ അതൊന്ന് ഹരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു വിക്കറ്റ് വീഴ്ത്തണമെങ്കിൽ 30 പന്തെങ്കിലും വേണം. ഒരു വിക്കറ്റ് വീഴ്ത്താൻ 30 പന്തെങ്കിലും വേണം. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം സക്സസ് ആവണമെങ്കിൽ, ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ സക്സസ് ആക്കണമെങ്കിൽ നിങ്ങൾ 30 പ്രാവശ്യം ശ്രമിച്ചിരിക്കണം. 30 പ്രാവശ്യം. അതിനാൽ ലിസ്റ്റ് 200. 300 ശരിക്കും വേണ്ടത് മധു ഭാസ്കർ പറഞ്ഞ കണക്കിന്. 30 പ്രാവശ്യം ശ്രമിച്ചാലേ ഒരു പ്രാവശ്യം നമുക്കത് കിട്ടൂ. അതുകൊണ്ടാ ലിസ്റ്റ്. ആ ലിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോവില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ പങ്കെടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള മീറ്റിങ്ങുകളും ഒക്കെ തന്നെ എന്താണ്, പങ്കെടുത്തിരിക്കുന്ന 80% ആളുകളുടെ കയ്യിലും ലിസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ലിസ്റ്റ് ഇല്ലെന്നേ. എന്തെല്ലോ കുറെ ആളുകളെ 5-10 ആളുകളുടെ പേരെഴുതും. അപ്ലൈ ലീഡർ വിളിക്കും, നമുക്ക് ബിസിനസ് പറയാൻ പോകണം. ഒരാളെ കണ്ടില്ല, 2 ആളെ കണ്ടില്ല, 3-ാമത്തെ വരെ തേടിപ്പോകണം. ആരെ, എന്ത്, ഏത്. പക്ഷെ ലിസ്റ്റ് ഉള്ളവൻ കറക്റ്റായിട്ട് അത് പറഞ്ഞു വരും, വഴി പറഞ്ഞു വരും. നമുക്ക് ഇന്നേ സ്ഥലത്തൂടെ നമുക്ക് പോകണം, അവിടെ ആളുണ്ട്. അവിടെ ആളില്ലെങ്കിൽ പോട്ടെ സാറേ, നമുക്ക് മറ്റടുത്ത ആളുണ്ട്. എൻ്റെ അടുത്ത് ഇന്ന് കാണാൻ 30 പേരുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 30 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. 3 പേരോട്. ആ 30 പേരുടെ ലിസ്റ്റ് ഉള്ളവര് മാത്രമേ 3 പേരെ കാണാൻ പറ്റൂ. അതിലൊരു സംശയമില്ല. അപ്ലൈ ലീഡർ ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ കൂടെ അപ്ലൈ ലീഡർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്, അപ്ലൈ ലീഡർ സഞ്ചരിക്കുന്നത് ഇവാൻ ഫെർണാണ്ടസ് എടുത്ത അതേ പണിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. തള്ളി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനാണ് വരുന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തേകൊണ്ടേയിരിക്കും. അപ്പൊ ലിസ്റ്റ് മസ്റ്റ് ഫസ്റ്റ്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതെന്തിനാ ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ശരിയായ ആളുകൾ കയറി വരില്ല. ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ശരിയായ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കയറില്ല. അപ്ലൈ ലീഡറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറെ ആളുകളെ ആൾക്കൂട്ടത്തിന് നിങ്ങൾ കൊണ്ടുവന്നേക്കാം. ആൾക്കൂട്ടം ഒരിക്കലും ഒരു ബിസിനസ്മാനായി മാറില്ല. നമുക്ക് വേണ്ടത് ആൾക്കൂട്ടമല്ല. 200 പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ എന്താണ്, സത്തയാണ് നമുക്ക് വേണ്ടത്. എന്താ സത്ത? കാരണം നമ്മളിത് തെരഞ്ഞെടുക്കുന്ന സമയത്ത്, 20 പേരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ 200 പേരില് നമ്മളെ പോലുള്ളവരുണ്ട്, നമ്മളെക്കാൾ മുകളിലുള്ളവരുണ്ട്, നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട്. 200 പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 2 തരത്തിലുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവൂ. ഒന്ന് നമുക്ക് തുല്യം, 2-ാമത്തത് നമുക്കും മേലെ. നമുക്ക് താഴെയുള്ള ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരാൻ പാടില്ല.
അങ്ങനെ 20 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണും സൊസൈറ്റിയിൽ നല്ല അംഗീകാരമുള്ളത്, നല്ല വിലമതിപ്പുള്ള ആളുകൾ, മറ്റുള്ളവർ ബഹുമാനിക്കുന്നവർ, ഒരു തരത്തിലുള്ള കളങ്കോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്തവർ, നല്ല സ്വപ്നങ്ങളുള്ളവർ, ആഗ്രഹങ്ങളുള്ളവർ, കടങ്ങളുള്ളവർ, കടബാധ്യതകളുള്ളവർ ഈ നിലവിലൊരു ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാറ്റിസ്ഫൈഡ് അല്ല, അധിക വരുമാനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വർക്ക് എടുക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരുമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സക്സസിന്റെ ഒരു ഭാഗമല്ല, അതൊരു അക്കാഡമിക് കാര്യം മാത്രമാണ്. അത് വെറും പുസ്തകങ്ങളാണ്, അത് വായിക്കാനും വായിച്ച് പഠിക്കാനേ പറ്റൂ. ലൈഫ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? തീവ്രമായ അനുഭവങ്ങളാണ്. സക്സസ് എന്ന് പറയുന്നത് തീവ്രമായ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. കൃത്യമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ 1 to 1 എന്നുള്ള രൂപത്തിലേക്കും 1 to 1 എന്ന് പറയുന്ന സമയത്ത് അത് അപ്ലൈ നമ്മളെ കൂടെ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും വർക്ക്ഷോപ്പിൽ നിരന്തരമായി പങ്കെടുക്കുകയും അത് പഠിക്കുകയും സ്വന്തമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് ബിസിനസ് പറയാൻ എന്ന് തുടങ്ങുന്നോ അന്ന് നിങ്ങൾ കച്ചവടക്കാരായി മാറും. ഇതെന്റെ സ്വന്തം ബിസിനസ് ആയി മാറും. അതുവരെ ഇത് അപ്ലൈന്റെ ബിസിനസ് ആയിരിക്കും. സ്വന്തം ബിസിനസ് എന്നാവുന്നോ അന്ന് ഇത് ബിസിനസ് ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് പറഞ്ഞിരിക്കുന്ന ആളുകളോട് എത്ര പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യണം? 8 പ്രാവശ്യം 12 പ്രാവശ്യം എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഇതിന്റെ തലതൊട്ടപ്പന്മാര് മുഴുവൻ പറയുന്നുണ്ട് 5ാമത്തെ 6ാമത്തെ ആ ഒരു ഫോളോ അപ്പിലാണ് ക്ലോസിംഗ് നടക്കുന്നതെന്ന്. 2 or 3 കൂടുതൽ ആളുകൾ മറ്റുള്ളവരെ പോയി കാണാറില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും എന്നുള്ള ഒരൊറ്റ ധാരണയുള്ളൂ. മറ്റുള്ളവരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വിജയത്തിനാണെങ്കിൽ അത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട് നമ്മൾ ഇന്നതായി തീരും. അങ്ങനെ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്നതിലല്ല പ്രശ്നം. ഞാൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതാണോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം? അല്ലെങ്കിൽ ഞാൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളതാണോ നിങ്ങളുടെ ചോദ്യം? നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ആ നിരന്തരം ചോദിക്കുന്ന സമയത്തെ ഉത്തരമുള്ളൂ. ആ ഉത്തരമാണ് സക്സസ് എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല. ഏതായാലും എന്താണ് ആ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ നിരന്തരമായിട്ട്. ഞാൻ പറഞ്ഞു 8 പ്രാവശ്യമാണോ 12 പ്രാവശ്യമാണോ എന്ന്, അതെനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എന്റെ നിഘണ്ടുവിലുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളോട് ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ നിരന്തരമായിട്ട് 7 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾ എന്റെ കൂടെ ഉണ്ട്, എന്റെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഞാൻ അന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് നടത്തിയിരിക്കുന്ന 32 ഹോം മീറ്റിംഗ് ഉണ്ട്. ആ 32 പേര് പങ്കെടുത്തിരിക്കുന്ന ഹോം മീറ്റിംഗ് ഉണ്ട്. 3 ഹോം മീറ്റിംഗാ. 2 ഹോം മീറ്റിംഗ് എടുത്ത് ബെൽഡി സാറാ, 1 ഹോം മീറ്റിംഗ് എടുത്ത് ശൈലേഷ് സാറാ. ഈ 32-ൽ ഒരാൾ പോലും എന്നെ തേടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കച്ചവടത്തിലുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ ഇപ്പോഴും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുത്തവർ ഇപ്പോഴും എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ചിന്ത എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവരെവിടം വരെ എത്തും, ഇവരെന്താവും, കമ്പനി എന്താവും, ഇവരിത് നിർത്തുവോ, പോവുമോ, ഇവന്റെ വെറും വാചകടി മാത്രമേ ഉള്ളൂ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള രൂപത്തിൽ, തള്ളു മാത്രമാണോ എന്നുള്ള രൂപത്തിൽ അന്ന് ചിന്തിച്ചത്. പക്ഷെ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീരുമാനവും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ബിസിനസിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം. 1.5 വർഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 വർഷം ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, ചെയ്യാനാണ് പ്രയാസം എന്ന്. 1.5 വർഷം കഴിഞ്ഞു. ആ 1.5 വർഷത്തിനിടയിലാണ് ഇതിനെ മനസ്സിലാക്കിയത്. ഇതിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാക്കിയ ബെല്ലി സാറിന്റെ ഒക്കെ വരുമാനം കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ ഞാൻ ആദ്യം തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി മാറ്റി നിർത്തണം. തോറ്റുപോകുമോ എന്നുള്ള പേടിയില്ലേ, മാറ്റി നിർത്തണം. തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയില്ലേ, മാറ്റി നിർത്തണം. തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനും ശരിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിർബന്ധ എഴുതി വെച്ചിരിക്കണം, ചിത്രങ്ങൾ സഹിതം. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, വീട് വെക്കണോ, കാർ എടുക്കണോ, അല്ലെങ്കിൽ മറ്റുള്ളത് എന്താണോ,
എന്റെ കൂടെ ഒരു ഒരു കോൺഗ്രസിന്റെ ലീഡർ ഉണ്ടായിരുന്നു പാരൻ കമ്പനിയിൽ പറഞ്ഞാൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനെക്കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഗോൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആന എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആന എടുക്കണം എന്നുള്ള ഉദ്ദേശം വന്ന സമയത്ത് ഒരു ലീഡറുടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ബെഡ്റൂമിൽ ആ ചിത്രം ഉണ്ടായിരിക്കണം. ആ സമയത്ത് ഏറ്റവും വലിയൊരു ട്രെൻഡായിരുന്നു നമ്മുടെ പുല്ലുവായ പോലുള്ള സാധനത്തിൽ ഈ ആനേനെ വരച്ച് കലണ്ടർ രൂപത്തിൽ ആനയെ. ഞാൻ ഒരു നാൾ ചെന്ന് നോക്കും, അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ കാണുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വലിയ നമ്മളുടെ ഗുരുവായൂർ കേശവനെ പോലുള്ള ഒരു ആനയുടെ പിക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നു. അതാണ് ഗോൾ സെറ്റിംഗ്. ആ രൂപത്തിൽ അതിനെ കണ്ട് ഇതിന്റെ നിരന്തരമായി ഇതിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ തേടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനെയാണോ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അത് എപ്പോഴും നമ്മളെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണം കേട്ടോ. നമ്മളെ എന്തിനെയാണോ പിന്തുടരുന്നത് അത് നമ്മളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു ആ ആക്ഷന്റെ വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സ്വപ്നം അതേ ആക്ഷനിൽ നമ്മളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും വേഗത കൂട്ടുക, ലാഗ് ചെയ്യാതിരിക്കുക. അങ്ങനെ വേഗത കൂട്ടി നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നൗഫൽ സാറിനും അതുപോലെ തന്നെ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ ഉസ്താദിനും അതുപോലെ തന്നെ സുജാത മേഡത്തിനും എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു പൊന്നൻ സാർ. അപ്പൊ പൊന്നൻ സാറിന്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണെന്ന് പറയാം. ഇന്നത്തെ മോർണിംഗ് മീറ്റിൽ നമുക്ക് അത്രയ്ക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള ക്ലാസ് എല്ലാവരും എഴുതിയെടുക്കേണ്ട ആൾക്കാരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവുന്നറിയാം. അപ്പൊ അദ്ദേഹം ജവാൻ ഫെർണാണ്ടസിന്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ